മുസ്ലിമീങ്ങളായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കറിയാം ക്രിസ്തുമസ് ആകട്ടെ, ഓണമാകട്ടെ, അതേപോലെയുള്ള നമ്മുടെ നാടുകളിൽ കാണുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവ ആരാധനയിലും അധിഷ്ഠിതമാണ്. ഇത് സംശയരഹിതമായ കാര്യമാണ്. കാരണം ഓരോ ആഘോഷങ്ങളെ സംബന്ധിച്ചും അതിൻ്റേതായ വക്താക്കളാണല്ലോ പറയേണ്ടത്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണിശമായ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും പ്രചരിപ്പിക്കുന്ന, അത് പഠിപ്പിക്കുന്ന മതമാണ്. ഒരാൾ മുസ്ലിം ആവുന്നതോടുകൂടി ബഹുദൈവാരാധനയെ, ബഹുദൈവ വിശ്വാസത്തെ അയാൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സൃഷ്ടികൾക്കൊന്നും തന്നെ ദൈവികതയില്ല എന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. എന്നാൽ ആരെങ്കിലും ബഹുദൈവാരാധന നടത്തുന്നവരാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇത് എല്ലാവർക്കും അറിയാം, മുസ്ലിമീങ്ങൾക്കും അറിയാം, അമുസ്ലിമീങ്ങൾക്കും അറിയാം. മുസ്ലിമീങ്ങൾ സ്വർഗ്ഗത്തിൽ വിശ്വസിക്കുന്നു, നരകത്തിൽ വിശ്വസിക്കുന്നു. ഇസ്ലാം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവൻ സ്വർഗ്ഗത്തിലും ഇസ്ലാമിക വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവൻ നരകത്തിലുമാണ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത്, ബഹുദൈവാരാധന നടത്തുന്ന ഒരു വ്യക്തി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തി ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി നരകത്തിൽ നിത്യവാസിയായി കഴിയേണ്ടി വരും എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം. അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലും എന്തിനാണ്? നമ്മുടെ സഹോദരങ്ങളാണ്, എല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. നാം സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും സ്വർഗ്ഗത്തിൽ പോകണം എന്നാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബഹുദൈവാരാധന പാടില്ല എന്നും ഇതേപോലെയുള്ള വിശ്വാസങ്ങൾ തെറ്റാണ് എന്നും ഇതിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ? അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ ഇതേപോലെയുള്ള ആഘോഷങ്ങളുടെ കൂടെ കൂടിക്കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു വേള അവരെക്കാൾ മുൻപന്തിയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെയല്ലേ വഞ്ചിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? മറ്റൊരു സമൂഹത്തിൻ്റെ, മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ വ്യതിരക്തതകളുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽപ്പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും, ഓണാഘോഷമാകട്ടെ, ക്രിസ്തുമസ് ആകട്ടെ, വേറെ ഏത് വിഷയമാകട്ടെ, അത് ഈ വിഷയത്തിലും വരികയില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഈ പറഞ്ഞത് ഇതിന് ബാധകമല്ല എന്നതിന് വല്ല തെളിവും നമ്മുടെ കൈകളിലുണ്ടോ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. ഒരു ഉടുമ്പിൻ്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും. ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ? അപ്രകാരം ഇസ്ലാമിൻ്റെ ആളുകൾ, മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും ബഹുദൈവാരാധനയുമായും ബഹുദൈവാരാധകരായ ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യപ്പെട്ട് അവരുടെ കൂടെയാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകന്റെ താക്കീദിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിലക്കും ശ്രദ്ധയില്ല എന്നാണോ? അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.